അപ്പോൾ സുഹൃത്തുക്കളെ ഒരിക്കലും തുടങ്ങൂലെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു ഞാൻ. അങ്ങനെ അവസാനം ഞാനും തുടങ്ങി ഇതന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ. വേറൊന്നല്ല, ഞാനിങ്ങനെ ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു 2-3 ഓൺ വോയിസ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അതിന് ആൾക്കാർ അധികം കൂടുതലും നല്ല അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറഞ്ഞ്. എന്നാൽ നമുക്ക് യൂട്യൂബ് ഒന്ന് തുടങ്ങിക്കളിയാ. കാരണം ഇൻസ്റ്റാഗ്രാമൊന്നും ഒരു തേങ്ങയും കിട്ടൂല. വൈക്കും ഇങ്ങനെ ചില ആൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമൊന്ന് സാധനം വരുമാനം വരുന്നുണ്ട്. ഒരു ലോട്ടോ ഇൻസ്റ്റാഗ്രാമൊന്നും കിട്ടൂല. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും, പക്ഷേ ഒരു $0.10 $0.20 അങ്ങനെയെല്ലാം കൂട്ടി എപ്പം കിട്ടാനാ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ ഇട്ടപാട് പൈസ ആക്കേണ്ടിട്ട് ഞാൻ തുടങ്ങിയാന്നല്ല. അപ്പോൾ കാരണം നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ഭയങ്കര സക്സസ്ഫുള്ളായ യൂട്യൂബേഴ്സെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഒരു 5-6 കൊല്ലം മുമ്പേ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ലെവലിലെത്തൂലെ, തേങ്ങാ കൊലയാ. യൂട്യൂബിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് സക്സസ് ആണെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ഇതിപ്പോൾ ഞാൻ നല്ല മൂഡിൽ വലിയ പുളിപ്പുറത്ത് വീഡിയോയിൽ എടുക്കുന്നുണ്ട്. ഞാൻ അള്ളാഹ്ക്കറിയാം ഇനി ബാക്കി വീഡിയോസ് വരുമോ ഇല്ലയോ ഒന്നും. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇരുന്ന് ചോറെല്ലാം വെച്ച് ഇങ്ങനെ ആലോചിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ. അങ്ങനെ സ്പോട്ട് ചാനൽ തുടങ്ങി. SKP ഹിയർ പേര്. SKP ബ്രാൻഡ് തൊട്ടിലൊരു പരിപാടിയില്ല. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് ചാനൽ തുടങ്ങി എന്തെങ്കിലും വീഡിയോ ഇടണ്ടേ, എന്നിട്ടല്ലേ ഇത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റൂ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് വെറും ചാനൽ അയച്ചു കൊടുത്തിട്ട് ആൾക്കാർക്ക് എന്ത് കാണാനാ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ വിവോ X300 അൾട്ര. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടായിരുന്നു. നോക്കുമ്പോൾ അത് നല്ല റീച്ച് ആയിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ആണ്. കംപ്ലീറ്റ് ക്യാമറ റിവ്യൂ അല്ലാണ്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഹാർഡ് കോർ ആയിട്ടുള്ള സ്പെക്കൊന്നും പറഞ്ഞ് സംസാരിക്കാൻ എനിക്കറിയില്ല. ഓപ്പണായിട്ട് പറയാൻ മറ്റേ ഡിസ്പ്ലേ അത് ഇതൊന്നും പറഞ്ഞ് സംസാരിക്കാൻ അതിനും വലിയ വലിയ വ്ളോഗേഴ്സെല്ലാം ഉണ്ട്. വ്ളോഗേഴ്സ് എല്ലാം പറയാം, റിവ്യൂസ് എല്ലാം ഉണ്ട്. അതൊക്കെ അവരെ പോയിട്ട് കണ്ടോളി. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫോട്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്നെല്ലാം വെച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി ക്യാമറയാണ്. വീഡിയോഗ്രാഫീനെ പറ്റി പറയുന്നതാണെങ്കിൽ ഓക്കെ ആണ്. ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ആൻഡ്രോയിഡിൻ്റെ ഫോണിൽ ഒരു ബെറ്റർ വൺ, ഗുഡ് വൺ. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി വീഡിയോഗ്രാഫി ക്യാമറയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി തുടങ്ങുകയാണെങ്കിൽ നമുക്കിതിന് 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് 3 സെൻസേഴ്സാണല്ലോ, ക്യാമറ സെൻസേഴ്സ്. അതിൽ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, പിന്നെ 200 മെഗാ പിക്സൽ ടെലിസ്കോപ്പ് ലെൻസ്. അതിൽ മെയിൻ ക്യാമറ വരുന്നത് 35mm ലെൻസാണ്. അപ്പോൾ നമ്മൾ അതിൽ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബൊക്കെ എഫക്റ്റ് മീൻസ് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടിരുന്ന ബൊക്കെ എഫക്റ്റ് ഉണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നില്ല, നല്ല രസമാണ് കാണാൻ. ചില പുതിയ ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കുകയാണെങ്കിൽ ബൊക്കെ എഫക്റ്റ് ഒരുമാതിരി ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. നമ്മൾ പിക്സാർട്ടിലെല്ലാം കയറിയിട്ട് പണ്ട് എഡിറ്റില്ലേ, നമ്മൾ മാത്രം വരച്ച് വെച്ച പോലെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലറാക്കിയിട്ട് അതുപോലെ തോന്നും. പക്ഷെ ഇതിലങ്ങനെ തോന്നില്ല. കാരണം സെയ്സിൻ്റെ ആണ് ഇതിൻ്റെ ലെൻസ് കംപ്ലീറ്റ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി അതിലുണ്ട്. സെയ്സിനെ പറ്റി ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് 35mm ആണ് ഇതിൻ്റെ പ്രൈം ലെൻസ്, മെയിൻ ലെൻസ് വരുന്നത്. അപ്പോൾ 35mm ലെൻസ് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ലെൻസാണ്. 35, 50, 85 ഒക്കെ. അതിൽ 35 തന്നെ മെയിൻ. നമ്മളെ മെയിൻ സിനിമാറ്റിക്, നമ്മൾ കണ്ണിലൂടെ കാണുന്നത് എന്താണോ അത് അതുപോലെ കാണണമെങ്കിൽ നമ്മൾ 35mm ലെൻസ് തന്നെ ഉപയോഗിക്കണം. അത് എനിക്കൊരു അടിപൊളി സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ക്യാമറ ലെൻസ്. പോരാത്തതിന് 200mm ടെലിസ്കോപ്പ് ലെൻസ് ഉണ്ട്. പിന്നെ സൂമിങ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അന്ത ലെവൽ, ഏകദേശം 2600mm വരിക, അങ്ങനെ എന്തോ ഏറ്റവും സൂം ചെയ്യുക. അത് സൂം ചെയ്തിട്ട് എടുക്കുന്ന പിക്ചറും നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് ഈ ക്വാളിറ്റിയെല്ലാം വരുന്നത്. പിന്നെ കുറച്ച് പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട്. അതാണ് മെയിൻ എനിക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയത്. പിന്നെ ഡിസൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 10% ക്യാമറ ഉണ്ടോ ഇനി ഈ വലിയൊരു തേങ്ങ വെച്ച മാതിരിയുടെ, നിങ്ങൾ കണ്ടെത്തിയോ ഇത് ഫോണ് ഇതിൻ്റെ പകുതിയോളം ക്യാമറ തന്നെയാണ്, ഹാഫ് പോർഷനും ക്യാമറ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് പിന്നെ ഫോട്ടോ ഞാനിതിൽ നിങ്ങൾക്ക് സാമ്പിൾസ് ആയിട്ട് എടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. പോർട്രേറ്റ്സ് ഉണ്ട്, കുറച്ച് ഷോ ഫാഷൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ചില്ലറ കുറച്ച് സൈക്കിളിൻ്റെ ഫോട്ടോസ്, കുറച്ച് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഫോട്ടോസ്, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഒരു 3-4 ദിവസമായി ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ ക്യാമറയാണ്. അതിപ്പോൾ നിങ്ങൾ എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാം തന്നെ ഈ വിവോൻ്റെ X സീരീസൊക്കെ അത്യാവശ്യം എല്ലാം അടിപൊളിയാണ് ക്യാമറ വൈസ്. ബാക്കി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അതൊന്നും എനിക്കറിയില്ലേ. അതിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഹാങ് ആവുമോ, അല്ല കുറച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ പൊട്ടിപ്പോവോ, അതൊന്നും എനിക്കറിയില്ല.
ക്യാമറേൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യയായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല ഡീറ്റെയിലിംഗ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എഡ്ജൊക്കെ നമ്മൾ പോർട്രേറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ എഡ്ജെല്ലാം അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. നല്ല ക്വാളിറ്റി ഡീറ്റെയിലിംഗ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പോരാത്തത് ഇതിൽ പിന്നെ പ്രോ മോഡ് ഉണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ സെറ്റിങ്സ് ചെയ്യുന്ന മാതിരി നമ്മൾ ഷട്ടർ സ്പീഡ്, ISO, ടെമ്പറേച്ചർ പിന്നെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോ മോഡ്. അതുപോലെ തന്നെ വീഡിയോയിൽ ഏറ്റവും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ലോഗ് ഫോർമാറ്റ് ഉണ്ട്. ലോഗ്സിലൊക്കെ വീഡിയോ എടുക്കുക. ലോഗിൽ എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാണ്, അത്യാവശ്യം ഭയങ്കര ഹൈലൈറ്റിങ്ങിലുള്ള ഏരിയ ആണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഗിലെടുക്കുക തന്നെയാണ്. ലോഗിലെടുത്തതിന് നമ്മൾ ഈ സ്കിന്നിലുള്ള പൊള്ളലും കാര്യങ്ങളൊക്കെ നമുക്ക് പിച്ച് ചെയ്ത് നല്ല വൃത്തിയിലൊന്ന് ടോൺ ചെയ്തിട്ടെടുക്കാൻ പറ്റും. പോരാത്തതിന് പറയുകയാണെങ്കിൽ നല്ല കളേഴ്സ് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും ലോഗിലെടുക്കുകയാണെങ്കിൽ. എഡിറ്റേഴ്സിനൊക്കെ ഏറ്റവും അവരെ കലാവിരുന്ന് കാണിക്കാൻ പറ്റിയ ലോഗ് ഫോർമാറ്റിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ അപ്പോൾ നല്ല ലോഗ് ഫോർമാറ്റാണ്. ഐഫോണിലുണ്ട് ലോഗ് ഫോർമാറ്റ്. പക്ഷേ ഐഫോണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് എക്സ്ട്രാ ഒരു ഹാർഡ് ഡിസ്കെല്ലാം കണക്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ലോഗ് ഫോർമാറ്റ് എടുക്കാൻ. ഇതിൽ അതില്ല, നമുക്ക് ഡയറക്റ്റ് എടുക്കാം. പോരാത്തതിന് ലോഗ് ഫോർമാറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവരേതായ ഒരു ലെട്ടു ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ആ ലെട്ടു ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റും ചെയ്യാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു അടിപൊളി. പിന്നെ ഇതിൽ ഒരുപാട് ഫോട്ടോഗ്രാഫി ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കൂടുതലായിട്ട് നമ്മൾ ഈ പ്രോ സ്റ്റൈൽ നമ്മൾ ISO ഷട്ടർ അത് ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളേതായ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെടുക്കുന്ന ഷോട്ട്സ് ഉണ്ടല്ലോ. അതായത് ഓട്ടോ മോഡല്ലാണ്ട് ഒരു കസ്റ്റം മോഡ്, ഒരു പ്രോ മോഡ്. പിന്നെ പണ്ടാരോ പറയുന്നുണ്ട് ഒരു ഫോട്ടോഗ്രാഫറാണ് എപ്പോൾ പറയാന്ന് വെച്ചാൽ അയാൾ ഓട്ടോ മോഡിൽ നിന്ന് മറ്റേ പ്രോ മോഡിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും ഫോട്ടോഗ്രാഫർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ള മോഡാണ് അത്. അതുപോലെ തന്നെ അതിൽ റോ ഓപ്ഷൻസ്, അതായത് റോ പിക്ചേഴ്സ് എടുക്കുക. റോ പിക്ചേഴ്സ് അത്യാവശ്യം കുറച്ചും കൂടി ഡീറ്റെയിലിങ് കൂടുതൽ സൈസിൽ. പിന്നെ ഇതിൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മോഡലുണ്ട്. അതായത് നമുക്ക് സ്കൈൻ്റെ ഫോട്ടോ എടുക്കാൻ, സ്റ്റാർസ്, ഫയർ വർക്ക്സ് അങ്ങനത്തെ എല്ലാം എടുക്കാനുള്ള ഒരു മോഡാണിത്, ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ട്രൈപോഡ് മോഡൊക്കെ ഉണ്ട്. ട്രൈപോഡ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ നൈറ്റ് സ്കൈൻ്റെ എല്ലാം വിഷ്വൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രൈപോഡിൽ പ്ലേസ് ആയിട്ട് വേണം എടുക്കാൻ. ഷട്ടറെല്ലാം കുറച്ച് അടിക്കുന്നതാണല്ലോ, അപ്പോൾ അതിനെല്ലാം വേണ്ടുന്നുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയൊക്കെയോ മോഡൽസ് ഇതിലുണ്ട്. പിന്നെ പോർട്രേറ്റിൽ വരികയാണെങ്കിൽ 40mm, 35mm, 50mm, 85mm, 135mm. ഇതിൽ നമുക്ക് എടുക്കാം. ഏറ്റവും അടിപൊളി 85mm തന്നെ. 85mm എടുക്കുമ്പോൾ ഏതാ ക്വാളിറ്റി, ഒരു രക്ഷയില്ല. നല്ല ഒരു പോർട്രേറ്റ് മോഡ് ഇതിലുണ്ട്. പോർട്രേറ്റ് തന്നെ നമുക്ക് ലൈവ് ഫോട്ടോ, ഹൈ റിസൊല്യൂഷൻ, ബൊക്കെ ഫ്ലെയർ, മാക്സിമം 2.8 അതിന് താഴ്ത്തി ഇടാണ്ടിരിക്കുക എല്ലാവരും അപ്പാർച്ചർ ഫോക്കൽ. കാരണം എന്താ വെച്ചാൽ 2.8 ആണ് ആക്ച്വലായിട്ട് നമുക്ക് ഒരു വൃത്തിയിൽ കിട്ടുക. അതിൽ താത്തി എടുത്ത് അതിലും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബൊക്കെ എഫക്റ്റിലും കിട്ടും. പക്ഷേ മാക്സിമം നമ്മൾ നല്ല നല്ല സ്റ്റാറ്റിക്കായി പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി വരും. 2.8 ആകുമ്പോൾ ഒരു മീഡിയം ലെവലാണ്, നല്ലൊരു ഔട്ട് അതിൽ വരും. പിന്നെ ഒരുപാട് സ്റ്റൈലിൻ്റെ AI സ്റ്റൈൽസ് തന്നെ ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുക, ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് സ്റ്റൈൽ ഒരു വാം ടോൺ, ഒരു സോഫ്റ്റ് എഫക്റ്റെല്ലാം വരികയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. എഡിറ്റിംഗ് എല്ലാം ഇതിൽ ചെയ്യാം. എല്ലാത്തിനും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന്, എഡിറ്റിങ്, ഫോട്ടോഗ്രാഫി എല്ലാത്തിനും കൂടി ഒരു ഡിവൈസ്. അതാണ് ഈ 300 അൾട്ര, X300 അൾട്ര. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റിൻ്റെ ഇത് കഴിഞ്ഞ് പോർട്രേറ്റ് മോഡ്, പിന്നെ ഫോട്ടോ മോഡിൽ 40mm, 35mm, 85mm, 170mm, 220mm. ഏകദേശം നമുക്ക് മാക്സിമം 2412mm വരെ പോവാം. അതോടെ എത്തിയുമ്പോൾ നമുക്ക് നല്ല മൂൺ ഷോട്ടെല്ലാം അടിക്കാം. ഇപ്പോൾ IMM എത്ര എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഫോണിലാണ് നമ്മൾ 2x 3x എന്ന് പറയുന്നത്. 2412mm നമുക്ക് സൂം ചെയ്യാം. പിന്നെ വീഡിയോയിലും ഇതുപോലെ തന്നെ 230mm വരെ നല്ല ഷാർപ്പ് ക്വാളിറ്റിയിൽ നല്ല വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 230mm എടുത്ത വീഡിയോ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം വിത്തൗട്ട് എനി എഡിറ്റ്സ്. പിന്നെ പോർട്രേറ്റ് വീഡിയോ, ഈ നോർമൽ വീഡിയോ സെറ്റിങ്സ് തന്നെ നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യാം.
പിന്നെ 4K 180-ൽ 1080pയിൽ 60 FPS വരെ ഷൂട്ട് ചെയ്യുക, 4Kയിൽ 120 FPS വരെ ഷൂട്ട് ചെയ്യുക. അതായത് 4Kയിൽ 30 FPS, 60 FPS, 120 FPS. പിന്നെ 8Kയിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. 8Kയിൽ നമുക്ക് 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ലോഗ് ഫോർമാറ്റും 8K ഷൂട്ട് ചെയ്യുക. 8Kയിലെ നല്ല ലോഗ് വീഡിയോ എടുത്തതിനുണ്ടല്ലോ, കളറ് ചെയ്യുമ്പോൾ എന്ത് രസം ഉണ്ടാവും എന്നറിയാവോ. ഇതിൽ തന്നെ ലെട്ടുമുണ്ട്. ലോഗിൽ നമുക്ക് ഇതിൽ തന്നെ ലോഗെന്ന് ഒരു നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതിൽ തന്നെ ലെട്ടുമുണ്ട്, അതും ചെയ്യാം. പിന്നെ പോർട്രേറ്റ് വീഡിയോയിൽ 40mm, 35mm, 85mm പോർട്രേറ്റ് വീഡിയോ, നല്ല ബൊക്കെ എഫക്റ്റുള്ള നല്ല വീഡിയോസും കാര്യങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യം ചെറിയൊരു പോഡ്കാസ്റ്റ് എല്ലാം ഒരു ഇൻഡിവിജ്വൽ നമ്മൾ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു പോഡ്കാസ്റ്റ് മാതിരി നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതിനുള്ള യൂസ്ഫുള്ളാണ്. നല്ല ലൈറ്റിലൊക്കെ കൊടുത്താൽ അതുമുണ്ട്. പിന്നെ ഈ പോർട്രേറ്റ് വീഡിയോ എല്ലാം പ്രോസസ്സിങ് കുറച്ച് ടൈം എടുക്കുന്നുണ്ടേ, അതേ ഉള്ളും പറ. പിന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഫുഡ്, സ്നാപ്പ് ഷോട്ട്, റണ്ണിങ് ഷോട്ട്, പനോരമ, അൾട്രാ HD, പിന്നെ സ്പെഷ്യൽ ക്യാമറേൻ്റെത്, പ്രോ ഫോട്ടോ, ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതിൽ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് എന്ന് പറയരുത്, ഫോട്ടോഗ്രാഫിക് ജീനിക്കായിട്ടുള്ള ട്രെൻഡിങ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ട്രെൻഡ് കാര്യമായിട്ടുള്ള കളർ ടോണ് തീമെല്ലാം ആയിട്ടുള്ള ക്രിയേറ്റീവ് ഓപ്ഷൻസിൽ നമുക്ക് അതെല്ലാം കിട്ടും. ആ ഒരു തീം വെച്ചിട്ട് നമുക്ക് ഫോട്ടോ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫോണാണ്. വീഡിയോ ഓക്കെ കുഴപ്പമില്ല. ലോഗ് ഫോർമാറ്റ് ഇതിൽ നല്ല വൃത്തിക്കുണ്ട്. കളർ ഞാൻ ചെയ്ത് നോക്കി, കളർ ടോളം ചെയ്യുമ്പോൾ നല്ല വൃത്തി കിട്ടുന്നുണ്ട്. അതാണ് വീഡിയോയിൽ എനിക്കൊന്ന് തോന്നിയത്. പിന്നെ ഉള്ള വീഡിയോഗ്രാഫി, ആൻഡ്രോയിഡ് വീഡിയോഗ്രാഫി എടുത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത പാട് നമുക്ക് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. പക്ഷേ നമ്മൾ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ കയറ്റി നമ്മളേതായ ഒരു എഡിറ്റെല്ലാം ചെയ്ത്, ഒരു സ്ലോ മോഷൻ എല്ലാം ചെയ്ത്, കളർ ഗ്രേഡെല്ലാം ചെയ്ത്, പിന്നെ ഒരു പാട്ടെല്ലാം ഇറക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫസ്റ്റ് കണ്ട ക്വാളിറ്റി നമുക്ക് അതിന് ശേഷം കിട്ടുമല്ലോ. പക്ഷേ ഐഫോൺ നമ്മൾ വീഡിയോ എടുത്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ല സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടും. ആ ഒരു പ്രശ്നം എല്ലാ വീഡിയോഗ്രാഫി ഫോണിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആൻഡ്രോയിഡിലെ. പിന്നെ ഫോട്ടോ 10 out of 10 എന്തായാലും കൊടുക്കും. വീഡിയോഗ്രാഫി ഗുഡ്, ബാക്കിയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അതിന് മുമ്പേ ഒരു സാധനം കൂടി കാണിക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൽ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ലെൻസാണ്. വിവോൻ്റെ തന്നെ സെയ്സുമായിട്ട് കൊലാബ് ആയിട്ടുള്ളത് 400mm ലെൻസ്. 400mm എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി, നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കാൻ വളരെ ഉപകാരപ്പെടും. ഇതിൽ നിന്നെടുത്ത ഫോട്ടോസിൻ്റെ കുറച്ച് സാമ്പിൾസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ചില ആൾക്കാർ വിചാരിക്കും എക്സ്റ്റേണലായിട്ട് നമ്മൾ ലെൻസിൽ ഇതിൽ കൊടുക്കുമ്പോൾ സ്മാർട്ട് ഫോണിൽ ഇടുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടും. ആ ഒരു പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി കൂടുതലായിട്ട് എനിക്ക് തോന്നി. നല്ല ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടെല്ലായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. വിവോ സെയ്സുമായിട്ട് കൊലാബ് ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ ആ കിറ്റിൽ തന്നെ വരുന്നതാണ് ഇത് ഹാൻഡ് ഗ്രിപ്പ് നമുക്ക് ഇതിങ്ങനെ പിന്നെ ഇതിങ്ങനെ ആഡ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാനെല്ലാം സൂപ്പറാണ്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആദ്യത്തെ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാലും അടുത്ത വീഡിയോ എടുക്കാനുള്ളൊരു ത്വരയുണ്ടാവും. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി അറിയണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഈ ഫോണിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആരെങ്കിലും, അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ശരിയെന്നാൽ ബൈ.